ഒന്നുകൂടെ മുങ്ങാം. എന്നും 60 വരെ വരുന്നതാണല്ലോ. ഇനി നാളെ ആവട്ടെ, അച്ഛന് പോയിട്ട് ആശുപത്രി പോകാനുള്ളതാ. പിടിച്ചോ. കണ്ടച്ച എന്നെ കളിയാക്കിയതാ. അവന് നീന്തൽ അറിയുന്നു പറഞ്ഞ എന്നെ കളിയാക്കിയതാ. നിനക്കും പഠിക്കാറുന്നില്ലേ? ആരാ പറഞ്ഞ വേണ്ടാന്ന്? എനിക്ക് പേടിയാ, അതുകൊണ്ടാ. എന്നാലും അവനെ കളിയാക്കുന്ന എന്തിനാ? പിന്നെ ഇനിയിപ്പോ അവൻ പോയി നീന്തിയിട്ട് വേണ്ട ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ മേടിക്കാൻ. പോകാൻ പറയടാ. പോടാ. പോത്ത് പോലെ ഇങ്ങനെ കിടക്കാണ്ട് വണ്ടി ഒന്ന് കഴുകാൻ കൂടി കൂടെ എന്റെ അപ്പുകുട്ടാ. പിന്നെ ശാകരൻകുട്ടി ടാക്സി ഓടിച്ചുണ്ടാക്കണ കാശൊക്കെ അപ്പുകുട്ടന്റെ വീട്ടിലേക്കാണല്ലോ തരണത്. വേണമെങ്കിൽ അങ്ങോട്ട് കഴിയാൻ മതി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആസ്മയല്ലേ, അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇന്ന് ഡോക്ടറെ കണ്ട ദിവസാ. നിനക്ക് വേറെ ഓട്ടമില്ലെങ്കിൽ ഒന്ന് അത്തടം വരെ വാ. അതായത് കഴിഞ്ഞവരേ എന്നാ അച്ഛൻ വെക്കോ, ഞാൻ ശേഖരൻകുട്ടി എന്നോട് വന്നോളാം. അവന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റണം വരാൻ. നീ വാ. എപ്പോ വരും? നീ സുഖിച്ചിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമല്ലോ നീ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, ആദ്യം കുളി പിന്നെ പല്ല് തേപ്പ്, എല്ലാം തലതിരിഞ്ഞാണല്ലോടാ. അതിലേ ഒരു കഥയുണ്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴേ പല്ലൊക്കെ ഒന്ന് കുതിരോ. അപ്പൊ പിന്നെ പേസ്റ്റ് കുറച്ച് മതി. പേറ്റുകുളി. നാരായണേട്ടന്റെ കടയിലെ ആളുകൾ നല്ല ചായ കുടിക്കണോ വേണ്ടിയോന്ന് നീ തീരുമാനിച്ചോ. 2 കുപ്പി പാല് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. വെള്ളം ഞാൻ ഒഴിക്കും. അതിന്റെ ചീത്തപ്പേര് നിനക്കാ. നിന്റെ പാലിന് കൊഴുപ്പില്ലാന്ന് ആൾക്കാര് പറയും. എന്തേ രാവിലെ തന്നെ അതിനോട് ശൃംഗരിക്കാൻ നിൽക്കേണ്ട നീ അടുക്കളയിലോട്ട് തന്നെ കഞ്ഞിയും ചമ്മന്തി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ വരുമ്പോ എടുത്ത് കൊടുത്താര്. അമ്മ ഇത് എങ്ങടാ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി? നിനക്കൊരു ചെറുക്കനെ ഉണ്ടാക്കാൻ. അല്ല പിന്നെ ചിട്ടി വിളിച്ചോണ്ട് പോവാൻ എല്ലാവർക്കും വലിയ ഉത്സാഹ. അടക്കേണ്ട ദിവസം ആകുമ്പോ ഒരു പട്ടിയും കാണില്ല ഈ വഴിക്ക് ഉള്ള കൂട്ടങ്ങള്. അതിന് എന്നെ ചെയ്ത് പറയണ എന്തിനാ? ഞാൻ പറഞ്ഞു ചിട്ടി വെക്കാൻ. വെറുതെ അല്ല കുഞ്ഞേട്ടൻ പറയണത്. വെറുതെ കിടന്ന് ചപ്പണ്ട. ഉള്ളത് മുഴുവൻ ഞാൻ ഊറ്റി. നിന്റെ തള്ളയും തേടി ചിട്ടി പിരിക്കാൻ പോയി. ഈ ചിട്ടിയും വട്ടിയൊക്കെ നിർത്തി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞൂടെ തള്ളയോട്? ഏട്ടന് പറഞ്ഞൂടെ? എന്റെ മാത്രല്ലല്ലോ, ഏട്ടന്റെ അമ്മയല്ലേ. ഇനി അവര് നയിച്ചുണ്ടാക്കിയിട്ടുണ്ടോ നിന്നെ കെട്ടിച്ചൂടാ? കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. എനിക്ക് മാഷെ അമ്മയും കൂട്ടി ആശുപത്രി വരെ പോണം. അങ്ങനെ പറയേ. അവിടുന്ന് ആവുമ്പോ നല്ല പലഹാരം തിന്നാലോ. രാധേച്ചോട് പറഞ്ഞേരെ ഇതിനൊക്കെ ചേർത്ത് ഞാൻ നാത്തും പോലെ എടുക്കുന്നു. ഒന്ന് പോടി അവിടെ നിന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സുന്ദരനായിട്ടുണ്ട്. നല്ല ഉന്നം. വരാം വരാം. ഞാൻ വൈകിയോ? ഏയ്, കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കാം മോളെ. ബാക്കിയുള്ള ഒരു കാപ്പി വെച്ചിട്ട് മണിക്കൂർ 2ആയി. ഇവിടെ വണ്ടിയുടെ ശബ്ദം കേട്ടില്ല. അതിനു മുമ്പേ ആളെത്തി പ്ലേറ്റുമായിട്ട്. കാപ്പിയുണ്ട്. ഓ സമാധാനം. മാഷ് എന്തിനാ രാവിലെ തന്നെ അവളെ വെറുതെ കളിയാക്കണേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞതാ വെറുതെ ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന്. മാഷ് കേക്കണ്ടേ? അതുകൊണ്ടല്ല, ചെക്കപ്പ് മുടക്കരുന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. പോണം.
ഞാനുണ്ട്. എന്നെ സ്കൂളിന്റെ അടുത്ത് ഇറക്കിയരേ. അതിന് നിനക്ക് പോകാൻ സമയമായില്ലല്ലോ. ഓ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവൂലേ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരൊറ്റ ദിവസം പോലും നേരത്തിന് പാല് കൊണ്ടുവരില്ല. ഇന്നിത് ഞാൻ ശരിയാക്കി തരാടാ. നീ കളിക്കണോ? ഓടങ്ങി നിന്റെ ഒടുക്കത്തെ പോക്ക് പോണാനാ തെണ്ടി. അവളെന്റെ അമ്മയ്ക്ക് വായി കൂടെ വായിച്ചാ പോവാ. ഈ പോണ പോക്കിൽ എത്തിച്ചില്ല. നോക്കിച്ചോ, ഇപ്പൊ അവൻ എന്റെ കൈ കിട്ട ഒരൊറ്റ അടിച്ച് ഞാൻ തണുപ്പറ്റ് തെറിപ്പിച്ചേനെ. നീ എന്തിനാ വിളിക്കണേ? അല്ല, ഇനിയിപ്പോ എന്ത് വേണേലും പറയാലോ, അവൻ കേൾക്കില്ലല്ലോ. പിന്നെ ചേട്ടാ എന്റെ മൂക്കിന് വലിക്കും. മതി കയറ്റിയത്. ഇത്രയും നാള് തിന്നതിന്റെ കാശ് തന്നിട്ട് മതി. ഇനി അതല്ലേ അങ്ങനെയാ, ഏത് മന്ത്രവാദി എന്നാലും കോഴിക്കാനുള്ള കിടക്കപ്രതി ഇല്ലാത്ത പാല്. അയ്യേ, തമ്പുരാട്ടിക്ക് എഴുന്നള്ളാരായോ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോടി. ഒരു സഞ്ച അഭിനയിക്കൂ. എനിക്ക് ഈ നേരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇവളുടെ കുഴപ്പം കൊണ്ടൊന്നല്ലാന്നേ. പശു എഴുന്നേൽക്ക് ഒരു 10 മിനിറ്റ് വൈകി അല്ലേ മീനാക്ഷിയെ? പാല് വേണ്ടെങ്കിൽ പറഞ്ഞേരെ. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ടൗണിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. ആ ഒരുമിട്ടവന്റെ കാര്യം നീ ഇവിടെ പറയരുത്. അവന്റെ ഒരു പോക്ക് പോയതായി കാണുന്നത് കണ്ടോ? കണക്കായിപ്പോയി. ഇനിയും തെറിപ്പിക്കും, നോയിക്കോ. എടി 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 ഒരുപാട് ലേളിച്ചല്ലടി. ചെമ്മീൻ തുള്ളിയ മുട്ടോണം, പിന്നെയും തുള്ളിയ എത്തില്ല. ആദ്യം തുള്ളി ക്ഷീണം കൊണ്ട് പിന്നെ തുള്ളി അത്രയ്ക്ക് എത്തില്ല. അയ്യോ, പേടിച്ചു പോയല്ലോ. കുട്ടൻ എന്ത് പണിയായി കാണിച്ചേ? എന്റെ കുപ്പിയും പൊട്ടി. കുഞ്ഞേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ടൗണിൽ നിന്ന് വാങ്ങിച്ചെന്ന കുപ്പിയായിരുന്നു. അത് പോട്ടെ, ഇതിന് വലിയ 2 കുപ്പി ഞാൻ തരാം. പിന്നെ നല്ല കാര്യായി. വലിയ കുപ്പിയിൽ പാല് നിറയ്ക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ട് തരുമോ? ഇതിൽ തന്നെ നിറക്കണേന്റെ പാട് എനിക്കറിയൂ. എന്നാ ഇതുപോലത്തെ 2 കുപ്പി തരാം. ഓ, വലിയ മിടുക്കായിപ്പോയി. കുപ്പി തന്നെയല്ല, വേറൊരു കൂട്ടുണ്ട്. എന്ത് കൂട്ടം? അത് തരുമ്പോ കണ്ടാ മതി. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ എന്ത് കൂട്ടം വേണേലും വാങ്ങി തരുമല്ലോ. ആ, എന്നാലും വാ. വേറെന്ത് സാധനം തരാന്ന് പറഞ്ഞേ? ഇതാ ഇത്ര കാര്യമായിട്ട് തരാന്ന് പറഞ്ഞ സാധനം. എന്നാ ഞാൻ പോട്ടെ. ഈ മീനാക്ഷി എപ്പോഴും എങ്ങനെയാ? എന്നോടൊന്നും മിണ്ടന കൂടെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തോണ്ടെന്നല്ല, പോയിട്ട് എന്തൊക്കെ ജോലി ഉണ്ടെന്നറിയോ? എന്നാ പിന്നെ കാണേ. മീനാക്ഷി, കണ്ണടച്ചേ. എന്തിന്? ഒന്ന് അടച്ചേ. ഇനി തുറന്നു. ഹായ്, എന്തോരം അപ്പൂപ്പൻ താടിയാ. കുട്ടൻ എവിടുന്ന എത്രയും? കൊളക്കടവിന്ന ഒത്തിരി ഉണ്ട് അവിടെ. ഈ കുട്ടന്റെ ഓരോ കാര്യങ്ങള്. അനങ്ങരുത് അനങ്ങരുത്. മീൻ പിടിക്കുന്ന ചൂണ്ട കണ്ടൊരു സൂത്രം കട്ടിത്തറ്റാം. അപ്പൊ കേട്ടാ നീയാ എന്നെ നല്ല ജീവൻ എടുത്തില്ലടാ. ഒരാളെ വിളിക്കണം എങ്ങനെയാ? രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനൊക്കെ പറയാം. ഇതിന്ന് 2 കിട്ടി. അത് ഷാപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം തൊണ്ട നനയ്ക്കാണെങ്കിൽ ഇത്തിരി കള്ളു കുടിക്കാൻ. കള്ളു കുടിക്കാനുള്ള കാശ് ഞാൻ തരാം. എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? അതിനീലവിടെ നീ കാശെടുക്ക്. കാശ് തരാം, ചെയ്യോ? നീ കാര്യം പറയടാ. ചേട്ടൻ ശേഖരൻകുട്ടിയേട്ടനോട് ഒന്ന് പറയൂ, എന്റെ മീനാക്ഷിയുടെ കാര്യം. ഞാനത് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേരെ എന്റെ ഷർട്ട് മുണ്ടൊക്കെ കത്തിച്ച് കളഞ്ഞേക്കാൻ. കാരണം ഇനി എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ. എടാ, അവനെന്നെ കൊന്നുകളിയില്ലേ? നിനക്ക് അവള് ഇഷ്ടമാണോ? അവൾക്കോ?
അറിയില്ല. അത് ഞാൻ അറിഞ്ഞുതരാം, നീ കാശെടുക്ക്. എടാ ഇത് കള്ളുടിക്കാനല്ല, കൽക്കണ്ടം വാങ്ങാനാ. എടാ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി കണ്ടശുദ്ധിയൊക്കെ വേണ്ടേ? അവന്റെ വണ്ടി ഞാൻ കത്തിക്കും, കള്ളൊഴിച്ച് കത്തിക്കും. നല്ല പൂസാണല്ലോ നാരായണേട്ടൻ. എന്നെ പൂസാക്കാൻ നീ നോക്കണ്ട. ഓ ഡേ, എന്റെ മേത്ത് ചളി തെറിപ്പിക്കുന്ന നിന്റെ ശകുട്ടുണ്ടല്ലോ, അതിന് ഞാൻ തോട്ട വെക്കും. തോട്ടം വെച്ചോ, പക്ഷെ കയ്യിരുന്ന് പൊട്ടരുത്. എടാ, ഞാൻ ഒരുപാട് കാട്ടുപോത്തിന് തോട്ട വെച്ചിട്ടുള്ളവനാ. ഈ നാരായണൻ അത് വെറുതെ. അതിനിവിടെ എവിടെ കാട്ടുപോത്ത്? നിനക്ക് എന്തറിയാടാ? ഞാനൊക്കെ വരമ്പിൽ കൂടി നടക്കുമ്പോ നീ ഞരമ്പിൽ പോലും ഇല്ല. ഓ, അന്നൊക്കെ ഇവിടെ മുഴുവനും കാടാ, ഘോരവനം. നമ്മുടെ മരിച്ചുപോയ തട്ടാൻ ഗോപാലനും ഞാനും കൂടി ശീലംകുളങ്ങര അമ്പലത്തില് വേല കഴിഞ്ഞ് വരിക. കൂരിട്ട് എന്നൊരു ഒച്ച കേട്ടു. നോക്കുമ്പോ എന്താ എന്താ? ഒരു 100 കടുവുണ്ട് ചുറ്റും. 100 കടുവയോ? ഒരു 50 എണ്ണം. 50 എണ്ണോ? ഒന്നുകൂടി പറയില്ലേ? ഒരു 10 ഉണ്ടെന്ന് വെച്ചോ. കടുവയാണോ പുലിയാണോ എന്നറിയില്ല, കാടൊന്ന് അനങ്ങി ഇല്ല നാരായണേട്ടാ. നന്നോടൊക്കെ കഥ പറയാൻ വന്ന എന്നെ വേണം തന്നെ. മക്കളെ, നീ അച്ഛന് ഒരു കുടം കള്ളും കൂടെ എടുത്തടാ. ഇനി കള്ളില്ല, തീർന്നു. നിന്റെ അച്ഛനല്ല പറയണേ, ഒരു കുടം കള്ളും കൂടെ എടുക്കടാ. അച്ഛനും മോനും ഒക്കെ വീട്ടില്, എനിക്കിതിന് കണക്ക് കൊടുക്കാനുള്ള. മാതാപിതാപുത്ര ബന്ധങ്ങളൊക്കെയും താലാവ് തീർത്തരുമായല്ലോ. തുടങ്ങിയാലോ നാരായണേട്ടാ? തുടങ്ങണ്ടാ പോലെ. ഓ, കഴിയുമ്പോ മട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാ. ഊരാനി മകനെ നമ്മക്കെല്ലാവർക്കും പാർക്കാം. പണ്ഡിത മനസ്സും തിരുമയിലനവധി പോക്കിരി നൗരികളെ. കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു, എന്റെ നെഞ്ചിലൊരാണികൾ വെച്ച പോക്കിരി നൗരികളെ. അല്ലോ, കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു. ഇന്ന് നേരത്തെ തുടങ്ങിയോ? നല്ല ഫോമിലാവോ ഇന്ന് വരവ്? അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാ? അമ്മയും മോനുമായിട്ട് ഒന്ന് മിണ്ടിയിട്ട് വേണ്ടേ? ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഞാൻ ഒരുത്തി. ഇങ്ങനൊരു അമ്മയും മോനും ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. എന്താ നിന്ന് വേക്കണേ? എന്നാടി ഞാൻ വേച്ച് വന്നിട്ടുള്ളേ? ശേഖരൻകുട്ടി കള്ളു കുടിക്കും, അല്ലാതെ ഇന്നോളം കള്ളി ശേഖരൻകുട്ടിയെ കുടിച്ചിട്ടില്ല. എന്തേ നിന്റെ തള്ള? അമ്മയ്ക്ക് നടുവേദനയാ, നേരത്തെ കിടന്നു. ഊര് തെണ്ടി നടന്നാ അതും അതിലപ്പുറം ഉണ്ടാവും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ. അടുത്ത് ഏട്ടന് നേരിട്ട് പറഞ്ഞാലെന്താ? ഇക്കണക്കിന് ഞാൻ വലുതാവണേന് മുമ്പ് ഇവരെങ്ങനെയാ കഴിഞ്ഞിരുന്ന എന്റെ ഈശ്വര. എന്താ? അവള് കുളിച്ച് കയറിയോ? നോക്കട്ടെ ഞാൻ. എന്താ? ഇപ്പൊ കേറും. എന്നാ വാ. നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അത് വേണ്ട, ചേട്ടനും വാ. ഹോ, വരാ. ഇനി വൈറ്റായിട്ട് ചെല്ലാത്തോണ്ട് ആൺകുട്ടി ജനിച്ചില്ലാന്ന് വേണ്ട. ഇത് കൊള്ളാലോ ഈ സാധനം. കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛമായി തന്നതാ. ഇത് എന്റെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. അത് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. ഓ, നിങ്ങളൊക്കെ ബേക്കറി പലഹാരം തന്നെ വീട്ടിലാണല്ലോ. ഞങ്ങളൊക്കെ കപ്പയും കുറുക്ക പേരും നിന്നെ വീട്ടിലായി പോയി. സാരില്ല. അയ്യേ, പെണ്ണുങ്ങൾ കുളിക്കടുത്ത് വന്ന് നിക്കാ രണ്ടാളും കൂടി? ഏയ്, ഞങ്ങൾ അതിനൊന്നും വന്നല്ല. ഏതിനു വന്നല്ലെന്ന്? ഇതെന്താ കുട്ടന്റെ കയ്യില്? ദൂരദർശിനി, ഇതെനിക്ക് തരുമോ? ഇതൊന്നും ശരിയാവില്ല, അതുകൊണ്ട് വേറെ കുറച്ച് പണിയുള്ളതാ. പിന്നെ എന്റെ കുഞ്ഞോട്ടിനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര വേണമെങ്കിലും വാങ്ങി തരുമല്ലോ. ഇത് തന്നാലേ കുട്ടന്റെ അച്ഛൻ വഴക്ക് പറയും, അല്ലേ കുട്ട? അതിനെനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കുറച്ച് ദിവസം നോക്കിയിട്ട് അങ്ങ് തന്നേക്കാം. എന്നാ എടുത്തോ. ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് കുട്ടൻ എനിക്ക് തന്നില്ല. മീനാക്ഷിയോട് എന്ത് സ്നേഹം ഉണ്ടാട്ടാന്നറിയാമോ കുട്ടന് തന്നെ? പിന്നെ ഇവനിപ്പ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലൂലേ?
ചിട്ടി വിളിച്ചോണ്ടെടുത്ത് നിന്റെ പെമ്പർന്നൂത്തി പ്രസവിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് സമയത്തിന് ഞാൻ കാശ് കൊടുക്കണ്ടേ? ചേച്ചി ഇന്നൊരു ദിവസം കൂടെ ക്ഷമിക്ക്, നാളെ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തിച്ചോളാം. അയ്യോ, നീ മനഃപൂർവ്വം തരാതിരിക്കുവാണെന്നൊന്നും അല്ല വാസു ഞാൻ പറഞ്ഞു. ആ, എന്റെ മോളാണ് സത്യം. എനിക്ക് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ പൈസ അവിടെ. ഇതെവിടെ പോയി? ചേച്ചി ചേച്ചി വിലാസിനി ചേച്ചി ചേച്ചി വിലാസിനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആഗ്രഹം ചെന്നല്ലോ. അയ്യോടാ, ചേകരൻകുട്ടി പോണേ കണ്ടിട്ട് മാറിയതാ. അവൻ കണ്ടാ വഴക്ക് പറയും. അമ്മ എന്തിനാ വയസ്സുകാലത്ത് ഇതിനൊക്കെ പോണേന്നും പറഞ്ഞു. സ്നേഹം കൊണ്ടാ. ഇന്ന് എവിടാ ഇങ്ങനത്തെ മക്കള്? ചേച്ചിയുടെ ഭാഗ്യ. ആ, ആഹാ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ പറഞ്ഞേ? കുറ്റാണോ? ഏയ്, 10-16 വർഷം മുമ്പ് ഒരു 12 വയസ്സുകാരൻ ഒക്കത്തൊരു കൈക്കുഞ്ഞുമായിട്ട് അമ്മയും കൂട്ടി ഈ നാട്ടിൽ വന്നത്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ആ ചെക്കൻ പോകുമ്പോ എന്റെ മകള് രാധ അവന്റെ കൈക്ക് കയറി പിടിച്ചത്. ആ മൂക്കട്ടെ ഒലിപ്പിച്ചിരുന്ന ചെക്കൻ വലുതായി ഇന്ന് മാഷിന്റെ മുമ്പിൽ നിൽക്കുക. കൽപ്പിച്ചാലും ഓടാവിടുന്ന്. പിന്നെ സാറെന്താ ഇങ്ങോട്ട് പോന്നേ? ഓ, ഇന്ന് ശനിയാഴ്ച ആണല്ലോ. കാരണം സ്കൂളിലല്ല. ഞാനീ ചെല്ല ടീച്ചറിന്റെ അകത്തുണ്ട്. ഓടണ്ട, പതുക്കെ പോയാ മതി. മാഷ് എന്തിനാ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ? അതൊക്കെ ഒരു രസല്ലേടി. അവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നടക്കുവോ? വണ്ടിയുടെ ഒച്ച പോലും കേട്ടില്ല. നടന്നാ വന്നേ. വണ്ടി വർക്ക്ഷോപ്പില്ല, ഇത്തിരി പണിയുണ്ട്. അച്ഛനെ കണ്ടോ? കണ്ടു. ശരിക്കൊന്ന് വാരുകയും ചെയ്തു. എന്തിന്? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ ഞാൻ വന്നേന്ന്, നിന്നെ കാണാൻ. ചിരിക്കണ്ട. ടീച്ചറമ്മയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയാ കുറച്ചിലായിരിക്കും അല്ലേ? ആ, നമുക്ക് ആകെ ഉള്ളതൊരു കൂര. ആ കൂരയിലേക്ക് തന്നെയല്ലേ ഞാൻ വരാൻ പോണേ. എന്നാ പിന്നെ അതങ്ങടെ ആവാൻ പാടില്ലേ? ഇനി എന്നാ മൂക്കി പല്ല് മുളച്ചിട്ടോ. അച്ഛൻ എന്തൊക്കെ ആലോചനകളുണ്ട്. മാഷ് എന്താലോചിച്ചാലും അത് നല്ലതിനാവും. ഒരുപാട് വൈകിരുന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കൊട്ടും മോഹമില്ലെന്നാണോ വിചാരം? ഈ കഴുത്തി ചുറ്റിപ്പിടിച്ചങ്ങനെ നടക്കാൻ. അത് വേണമെങ്കിൽ
ഇപ്പൊ തന്നെ കിടാവാലോ. അത് വേണ്ട. അച്ഛൻ ആ നമ്പർ കയ്യിൽ വെച്ച്. എന്ത് ഞെക്ക അവൻ ഞെക്കണേ? ഇങ്ങനെ ഞെക്കിയ അവക്ക് ശ്വാസം മുട്ടൂലേ? അങ്ങനെ ശ്വാസം മുട്ടാനാണെങ്കിൽ നീ ഇപ്പൊ എത്ര തവണ ചാകേണ്ടതാ എന്റെ കിളവി. മോഷണം അത്ര നല്ല പണിയല്ല, പ്രത്യേകിച്ച് മുട്ട. ആര് മോട്ടിച്ചു? പിന്നെ എന്താ? നല്ലതാണെങ്കിൽ വാങ്ങാലെന്ന് കരുതിയാ. മുട്ട നോക്കി നല്ലതാണെന്നറിയാൻ നീ ആരുടെ താറാവ് വളർത്തുക എന്റെ മോളോ? പോട്ടെ ചേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ചേച്ചിക്ക് വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്തിന്? മിണ്ടരുത് നീ. ഇവൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. മേലാളിത് ആവർത്തിച്ച കയ്യും കാലും കെട്ടി പോലീസ് ഏൽപ്പിക്കും ഞാൻ. പൊയ്ക്കോ. ചേട്ടാ, ഞാനല്ലേ പറഞ്ഞത് മേലിൽ ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ. പോടാ. പൊടി. നിക്കവിടെ. നീ ആരാടാ? ഹരിചന്ദ്രനോ? എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ? ഞാനില്ലേ ഇപ്പൊ കാണായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഴി എണ്ണണത്. ഇത്തിരി പുളിക്കും. എന്റെ കുഞ്ഞോട്ടോട് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഏട്ടൻ ആരാ? മൈസ്രേട്ടോ? എന്ത് പറഞ്ഞാലുണ്ടൊരു കൊച്ചാണ്ടൻ. മേലിന്റെ കണ്ണുവെട്ടത് കാണരുത്. അമ്മ സഹായിക്കാൻ വന്നു. എല്ലാരോടും ഞാൻ പറയും, നോക്കിക്കോ. പോടാ. എന്താ അവിടെ പരിപാടി? ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടെ? ഇനിയിപ്പോ ഒന്നു പോലെ തുടങ്ങണ്ടേ? ചേട്ടാ, ആ ആയിക്കോ ആയിക്കോ. അയ്യോ, ഇത്രയ്ക്ക് വിഷമാവെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കാര്യം നടക്കട്ടെ, ഞാൻ പോയേക്കാം. മീനാക്ഷി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നുണ്ടല്ലോ, ഇന്ന് അവന് ഈ നാട്ടിലുണ്ടാവില്ല. ഇയാൾ ഇത് എവിടുത്തുകാരനാടോ? ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം എങ്ങനെ ഇന്നലെ പറയാ? അത് ശരി, അപ്പൊ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ചേച്ചിക്ക് എന്ത് മോശമായി പോയെന്ന് അറിയോ? കുളിക്കുന്നിടത്തൊക്കെ വന്ന് എത്തി നോക്കുകയെന്ന് വെച്ചാ. ഓ, ഇപ്പൊ അവനെന്റെ കിട്ടിയായിരുന്നുണ്ടല്ലോ. ദേ വന്നിണ്ട്. നിക്കടാടാ. എന്താ നിന്റെ പേര്? വിനോദ്. ഈ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയോ? കണ്ടിട്ടുണ്ട്. അറിയും, ശരിക്കും അറിയും. ചേച്ചി താറാമുട്ട മോട്ടിച്ചപ്പോ ചെവിക്ക് പിടിച്ചത്. അതെന്തെങ്കിലാവട്ടെ, നിനക്ക് ഞാൻ ആരാന്നറിയാമോ? വൈക്കം ഗിരീഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആനയാ. ഓഹോ. അമ്പലപ്പുഴ രാജപ്പൻ? ഇല്ല. അതും ആനയാ. ഓ. മേലേടത്ത് അപ്പുകൂട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആന അല്ല, ഞാനാ. അതിനിപ്പോ ഞാനെന്ത് വേണം? പാപ്പാനാവണോ? അപ്പുകൂട്ടനെ തളയ്ക്കാൻ ഒരു പാപ്പാനെ കൊണ്ടും പറ്റില്ലടാ. ഞാൻ ഒറ്റയാനാടാ, ഒറ്റയാൻ. എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചിഹ്നം വിളിക്കാണ്ട് കാട്ടിലേക്ക് പോകായിരുന്നില്ലേ? നിന്നെ പോലുള്ള വൃത്തികെട്ടന്മാരെ ഒതുക്കിട്ടടാ ഈ അപ്പൂട്ടൻ കാട് കയറുള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിക്ക് തടഞ്ഞു നിർത്തി അസഭ്യം പറയുക, അവര് കുളിക്കുന്നിടത്ത് പോയി എത്തിച്ചു നോക്കുക, ഇതൊക്കെ ചെയ്യാൻ നീ ആകടാ മേലെടുത്ത് അപ്പൂട്ടനോ? ഞാൻ ചിലപ്പോ ചീത്ത പറയും, കുളി കാണും, ചിലപ്പോ പ്രേമിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ? ആരാന്ന്? തിരിഞ്ഞു മറിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്ത് വീശി ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും വലത്ത് കാലം നെട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തെ കാലം നെട്ടി പൂഴിയെടുത്ത് പൂഴിക്കറങ്ങുന്നവരെ പൂഴി വീണ്ടും എടുത്ത് ഒരു ഊതി ഊതി മേലിലോട്ട് പിന്നെ ഒരു ഊതി പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് വലിച്ച് ഓ കന്നിത്തിലാമ്പരിശികം മനോപകരക്കൊപ്പം അടുത്തുവരരുത് പിന്നെയും വരുന്നുണ്ട്. ഓ മസിൽ കയറി, ഓ മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി, മസിൽ കയറി. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ?
അതിന് ഈ കൂർക്ക എന്തിനാ? അതാടാ ഞാൻ ഈ നാട്ടിലെ കൂർക്കടാ. ഗൂർക്കയല്ല, കൂർക്ക, മന്ദം കൂർക്ക. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചിട്ട്. കുട്ടിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിചാരം എനിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ തന്നെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തന്റെ കണ്ണുമട്ടത്ത് പോലും ഞാനിനി വരില്ല. പോരെ? വേണ്ട വേണ്ട. ഏതായാലും അവന്റെ ആയുസ് എടുത്തിട്ടില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കൃത്യസമയത്ത് എന്റെ മസിലേറി പിടിക്കോ? തുത്തുകുണിക്കുള്ള നടപ്പും കിയാ കിയാന്നുള്ള ഒച്ചയും എന്ത് രസാ അവറ്റകളെ കാണാൻ. ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ അമ്മ അറിഞ്ഞില്ലേ? പാടത്ത് താറാവ് കൂട്ടം വന്നിട്ടുണ്ട്. 100-400 എണ്ണം ഉണ്ടേ. ഒരു ചെക്കനാ അവറ്റകളെയൊക്കെ നോക്കണേ. മുടിയൊക്കെ പറപ്പിച്ച് വെളുത്തിട്ട് കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ട്. പാടത്ത് തന്നെ അവരുടെ താമസം. ആ ചെക്കന്റെ കയ്യിൽ ഒരു പാട്ടുപെട്ടിയുണ്ട്. നമുക്കൊരു 5-6 വാങ്ങിയാലോ? എന്താ അമ്മേ, നമുക്ക് വാങ്ങിയാലോ? എന്ത് പാട്ടുപെട്ടിയോ? അല്ലന്നേ, താറാവുകളെ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഓ, കുഞ്ഞേട്ടനോട് പറഞ്ഞ എനിക്ക് എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. ദേ, ഒരൊറ്റ മീക്ക് അങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഏട്ടനോട് ചോദിക്കാൻ കണ്ട ഒരു കാര്യേ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? കരഞ്ഞൊന്നുമല്ല, ഉള്ളി പൊളിക്കണേന്റെയാ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. എന്തിനാ വിളിച്ചേ? ആര് വിളിച്ചു? പിന്നിപ്പൊ നഗ്നപാതയെ അകത്ത് വരുമെന്ന് പറഞ്ഞതോ? ആള് കൊള്ളാലോ. പിന്നെ എന്തേ പോന്നേ? പിണക്കൊക്കെ മാറിയോ? മാറിയിട്ടൊന്നുമല്ല, ഒരു കൂട്ടം ചോദിക്കാനാ. എന്തു കൂട്ടം? ഈ പാട്ടുപെട്ടി എനിക്ക് തരുവോ? വിട്ടെ വിട്ടെ, അതേ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഓ പിന്നെ, എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. അതിന് തന്റെ ചേട്ടന് പുരാവസ്തു വകുപ്പിലല്ലേ പണി? നിങ്ങളുടെ ഉണ്ടക്കണ്ണൻ അച്ഛനോട് പറഞ്ഞ വേറൊരെണ്ണം വാങ്ങി തരൂലേ? ഉണ്ടക്കണ്ണനോ? അയാള് കേക്കണ്ട. അയാളെന്റെ അച്ഛനൊന്നുമല്ല, ഞാനയാളുടെ പണിക്കാരനാ. അയ്യേ, എന്തേ ഈ പണി എത്ര മോശ? അതിന്റെ അല്ല, വേറെ ഒരു പണിയും കിട്ടിയില്ലേ? നല്ല നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് ചോറുണ്ടിട്ടുണ്ടോ? ഞങ്ങളെല്ലാ ഓണത്തിനും വിഷുവിനും അങ്ങനെ തന്നെ ഉണ്ടണേ. എന്നാ ഞാൻ അങ്ങനെയല്ല ഉണ്ടിരുന്നത്. നല്ല ചൂട് ചോറിൽ നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് തെക്കിനിയിൽ വെച്ചിട്ട് അമ്മാവൻ പറയും അച്ഛനെ പോയി പട്ടീന്ന് വിളിക്കാൻ. അച്ഛന് ഭ്രാന്താണേ. അമ്മാവൻ അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടാ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ അച്ഛനെ പട്ടീന്ന് വിളിച്ചിട്ട് വന്നത് ഉണ്ണും. കുറച്ച് പ്രായമായപ്പോ ചെയ്യണേ തെറ്റാന്ന് അറിയാമെങ്കിലും വയറ്റീന്ന് വിശപ്പിന്റെ ഒരു ആന്തലിങ് വരുമ്പോ പിന്നെയും പോയി വിളിക്കും. സ്വന്തം മുതൽ അന്യന്റെ ഔദാര്യം ആവണത് എത്ര നാളാ സഹിക്ക?
അച്ഛൻ മരിക്കണവരെ അവിടെ നിന്നു. കൊള്ളി വെക്കാൻ പോലും നിന്നില്ല, വിട്ടുപോന്നു. ആകെ എടുത്തത് ഇതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത്. അതിന് താനെന്തിനാ കരയണേ? അപ്പൊ ഞാനിത് വളരെ സങ്കടത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ താനിവിടെ പൊളിച്ചേനല്ലോ. താനെന്തിനാ വിഷമിക്കണേ? എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലടോ. അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. പതുക്കെ കുടിച്ചാ മതിയടാ. നീ തന്നെ കുടിച്ചോ, എനിക്ക് വേണ്ട. അതിന്റെ അല്ല, ഇത് തീർന്ന നീ ഇനി വാങ്ങുന്ന ഗ്ലാസ് എടുക്കാതെ. ഒരു ഗ്ലാസ് ആക്കണ്ട, അതാ ഇത് മുഴുവൻ നീ എടുത്തോ. അത് വേണ്ട, അത് നീ എന്നെ കളിയാക്കിയല്ലേ. അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇന്ന് നാരായണേട്ടനെ കണ്ടില്ലല്ലോ. പനിയാ, വീട്ടിൽ കിടപ്പുണ്ട്. ഈ പനിയിൽ തീരോ? എന്റെ ചോദിച്ചാൽ വിരോധമുണ്ടോ? എവിടുന്ന്? എന്റെ അടിയന്തരം കൊണ്ടിട്ട് അങ്ങേര് പോവൂ. കാർന്നോമാരെ മുടിപ്പിക്കണ മക്കളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ. അല്ലെങ്കിലും എന്റെ ജാതകത്തിലുണ്ടേ തന്തയെ കൊണ്ട് മുടിയൂന്ന്. ജാതകത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എന്റെ ജാതകത്തിലുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആദ്യത്തെ കുഞ്ഞ് പെണ്ണ്. അതിന് ജാതകത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആദ്യത്തെ കുട്ടി ആൺകൊച്ചു തന്നെയായിരിക്കും. മൂക്കൃത്തം പറഞ്ഞ നിന്റെ മോൻ തന്നെ ഇടിച്ചു പറത്തും പട്ടി. പോട്ടടാ, അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെയാടാ തമാശ പറയണ എരപ്പാളി. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. ഒരു പെട്ടിയായിട്ട് പോരായിരുന്നില്ലേ? തിരിച്ചതിൽ കൊണ്ടുപോകാറുന്നല്ലോ. പെട്ടിയിലാക്കട്ടെ എന്റെ തന്ത. അപ്പൊ അല്ലേ നീ പോണത്? നീ പാറ. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമൽ കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. അങ്ങട്ടല്ലേ മുരല്ലേ, ഊരാണെങ്കിൽ കുത്തൂലേ, തണതപ്പ കൊമ്പല്ലേ. കൊമ്പല്ല ഇത് കുത്തണതല്ലിത് മുരിയുമല്ലിത് ചേരയുമല്ലിത് വേലിപ്പത്തലും ചാടി മറഞ്ഞവൻ ആരാണെന്നിപ്പം മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമല് കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. ആരാണ്ട പഠിക്കേ മുട്ടണത് ചൂട്ട് മറന്നിട്ട് പോയോനോ, കവണം മറിഞ്ഞിട്ട് പോയോനോ, ചുണ്ടങ്ങ വാതുക്ക വെച്ചോനോ, മുണ്ടിന്റെ കൊന്തല കയ്യിലെടുത്ത് മറ്റേ കൊന്തല കൈതലൊടക്കി സർവേരി കല്ലിൽ തല്ലിയലച്ചപ്പം വള്ളുന്നു പോയത് മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടി പൊട്ടിച്ചതും
കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചളിമലി കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? വീട്ടുകാരെ, എന്തേ? പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നാ. എന്നാ തരും? മുട്ടയാ കൊടുക്കാറ്. പിരിക്കുകയാകാം പൊരിക്കുകയാകാം. നമുക്ക് പൊരിച്ചാ മതി അല്ലേ അമ്മേ? അത് ഇവിടുന്ന് തീരുമാനിക്കണം. മകനാ? ആളില്ലേ? എന്നാ പിന്നെ ഞാൻ ആരുമില്ലായിരിക്കും. വന്നോ അല്ലേ? ബന്ധം പുതുക്കാൻ വന്നു. ശേഖരൻകുട്ടി ജീവിതത്തിൽ നിന്ന് വരെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസത്തെയാ. എന്തേ പോയേ? കൂടെ പാർപ്പിക്കായിരുന്നില്ലേ? അയാൾ അമ്മയെ കണ്ടിട്ടും കൂടി ഇല്ല. സത്യം. എന്തു വേണമെങ്കിൽ ആയിക്കോ, എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പെങ്ങടെ തന്തയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അവൾ അറിഞ്ഞ പിന്നെ എന്തു നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ വളർത്തിയത് ഈ കയ്യിലിട്ട് ഈ നെഞ്ചിലെ ചൂട് കൊടുത്താ ഞാൻ അവളെ ഉറക്കിയിട്ടുള്ളത്. കൊടുക്കില്ല ഞാൻ. ഏത് ദൈവം തമ്പുരാൻ വന്നാലും കൊടുക്കില്ല. എന്നെങ്കിലും അത് ഈ നാവിന്ന് വീണ അരിഞ്ഞുകളയും ഞാൻ. കൊന്നുകളെ എല്ലാത്തിനെയും. എന്റെ ഭഗവതി, ഞാൻ എന്തായി കണ്ടേ? എനിക്കിനി ചത്താലും വേണ്ടില്ല. അമ്മയും മോനുമായിട്ടൊന്നും മിണ്ടണത് കണ്ടില്ലേ? എന്താ അമ്മേ? അമ്മ എന്തിനാ കരയണേ? കുഞ്ഞേട്ട മഴക്ക് വല്ലതും പറഞ്ഞോ? ഏയ്, സന്തോഷം കൊണ്ടാ. എന്റെ മോൻ ഒരുപാട് കാലം കൂടി അമ്മയോട് സംസാരിച്ചില്ലേ, ആ സന്തോഷം കൊണ്ടാ. നിന്നെ പോലും ഞെട്ടാതെ എന്റെ കൂടെ പുറത്താവേ ഒരു ദിവസം ഇവന്റെ കൂടെ പുറത്താക്കി പറയുന്നതനുസരിച്ചോളും.
എണീക്കടാ. അല്ലത് ആര് ശേഖരക്കുട്ടിയാ? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അമ്മ ആരോട് ചോദിച്ചിട്ടാ മാറ്റി കണ്ടത്തിൽ താറാവിനെ ഇറക്കിയത്? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അല്ല, താറാവുമ്പോ പിന്നെ കണ്ടത്തിലല്ലാണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റോ? ആ ചെറ്റയുടെ കള്ളു വാങ്ങി കുടിച്ചിട്ട് തന്തയില്ലാതെ കാണിച്ചോണ്ടല്ലോ. അങ്ങനെ എല്ലാവരുടെ കാര്യം ലക്ഷ്യം നീ ആരടാ? അയാൾ ആരും നിന്റെ അപ്പനോ? അല്ല, നീ അയാളുടെ അപ്പനോ? കൊയ്ത്ത് കഴിയാത്ത പാടത്ത് താറാവിനെ ഇറക്കിട്ട് ന്യായം പറയുന്നോടാ പട്ടി. ഒന്ന് പോടാ ചെക്ക. അപ്പുട്ടിനോട് കളിച്ചാണ്ടല്ലോ എന്നെ കളിയാൻ പഠിപ്പിക്കും ഞാൻ. ആഹാ, നീ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പോവാ? ഇറങ്ങരുത്. എന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കില്ല. അതിഭയങ്കരമായ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നീ മുങ്ങി മരിക്കും. വേണ്ട, വരരുത്, വരരുത്. ഇപ്പൊ ഞാൻ പോണ്. ഇനി എന്നോട് കളിച്ചാണ്ടല്ല പൂളിക്കളയും ഞാൻ. രക്ഷപ്പെട്ടു. ശേഖരൻകുട്ടി, എന്നെ തല്ലരുത്. ഞാൻ കാല് പിടിക്കാം. എന്റെ അമ്മയാണ് സത്യം. മേലാൽ ഇനി ഉണ്ടാവില്ല. ഞാൻ നിന്നെ പറഞ്ഞെല്ലാം എന്റെ തണ്ടേനെ പറഞ്ഞായിട്ട് നീ കൂട്ടിക്കോ. തല്ലരുത്. ഈ അപ്പൂട്ടിനൊരു അബദ്ധം പറ്റിയതാ. ഇങ്ങനെ തല്ലരുത് കേട്ടോ. അടിച്ചാ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചോദിച്ചാണ്ടല്ലോ ഒച്ചേക്കും. ഇനി എന്നെ തല്ലി ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും. മേല എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാണല്ലോ പാടത്ത് ഞാൻ ചവിട്ടി താക്കും പട്ടി. ഈ പൊണ്ടാണ് എല്ലാത്തിനും കാരണം. അതാ എന്റെ ഏട്ടൻ. ഓഹോ, ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്നായി. അതെന്താ? അയാളെങ്ങാനും ഇത് അറിഞ്ഞ എന്റെ അമ്മോ. എന്നെ എന്ത് ഇഷ്ടാന്നറിയോ? ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനോട് ഇട തന്നിട്ടില്ല എന്റെ ഏട്ടൻ. പാവാ. അതിപ്പ മനസ്സിലായി. ഇത്രയ്ക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കാൻ പോയേ? അതിനാര് സ്നേഹിച്ചു? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ ആണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ മീനാക്ഷിക്ക് വിഷമാവും. എന്റെ പൊന്നെ, ഈശ്വരൻ തന്നാ നിന്നെ എനിക്ക്. ഞാനെന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്റെ മാത്രം ഈശ്വരൻ. എന്നെ കെട്ടിച്ചു വിട്ടാലും അമ്മയ്ക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നെ നീ വെച്ച് വിളമ്പി തന്നിട്ടല്ലേ ഞാൻ ഇത്ര ആയത്. പിന്നെ എങ്ങനെയാ ഉപ്പും ചാക്ക് പോലെ ആയത്? ഒരു ഈ പെണ്ണിന്റെ ഒരു നാക്ക്. നല്ല അടിയുടെ കുറവാ. അതെങ്ങനെയാ? കൊഞ്ചിച്ചു കൊഞ്ചിച്ച് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ കുഞ്ഞേട്ടൻ. കാണണില്ലല്ലോ, നേരം ഒരുപാടായി. ഇന്ന് രാധേച്ചി ഒറ്റയ്ക്ക് പോണ്ടി വരൂന്നാ തോന്നണേ. ഈ നേരത്തോ? ആ വന്നു. ഏയ്, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. അയ്യോ, എനിക്കിങ്ങനെ നോണ പറയണത് കേൾക്കുമ്പോഴാ. സത്യമായിട്ട് ഞാൻ ചെരുപ്പ് കണ്ടു. അതുപോലെ എന്ത് നെച്ചിയാ നോക്കിയേ? വന്നിട്ട് ഒത്തിരി നേരമായി. ഏയ്, ഒരു 3 മണിക്കൂറായി. വണ്ടി പണിത് കിട്ടാൻ വൈകി. വാ, ഞാൻ കൊണ്ടാക്കും. അയക്കോ അയക്കോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മേ, ഞാൻ ഇറങ്ങാം. പിന്നെ എന്താടി? പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ ചോദിച്ചു ആ ഉണ്ടക്കണ്ണൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കുഞ്ഞേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ ഒരു ഉണ്ടക്കണ്ണും നോട്ടവും കണ്ടാ തന്നെ അറയ്ക്കും. ശവം. മോൾ അങ്ങനെയൊന്നും പറയണ്ട. ഒന്നുമില്ലെങ്കിലും പ്രായമായ ഒരാളല്ലേ. അമ്മയ്ക്കത് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഒരു മാറ്റം. ഇപ്പൊ ചിട്ടിയും പറ്റിയൊന്നില്ലേ? जरा सामने तो आओ चलिए, छुप छुप चलने में क्या बात है,
यूं छुप ना सकेगा परमात्मा, मेरी आत्मा की ये आवाज है. കുഞ്ഞിക്കാറ്റിലാടി മുന്തിരി വള്ളികൾ, തത്തിത്താളമിട്ടു കരിമ്പനയോലകൾ, പനി നീരണിഞ്ഞു ഭൂതലമാകവേ, പുണ്യവാഹിനികൾ നൽകിനാനേശുവേ. ഇത് എവിടുന്ന് കിട്ടി? ക്രിസ്മസിന് പള്ളിക്കാര് പാടുന്നതാ. ശരിക്കും ഹിന്ദി പാട്ടാ? പിന്നെ അവർക്കിനി അത് കണ്ടിട്ട് വേണമല്ലോ. ഓ, ഇതിലും പേര് നമ്മുടെ ആശാൻ തന്നെയാ. എന്നിട്ട് എവിടെയാ ഉണ്ടക്കണ്ണൻ? മാടത്തിലും കണ്ടില്ല. ടൗൺ വരെ പോയിരിക്കുക കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. നിങ്ങളിവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാ? എന്താ അങ്ങനെ ചോദിച്ചേ? ഹേയ്, നിങ്ങളുടെ മാടം കണ്ടിട്ട് ചോദിച്ചതാ. ഓ, ഈ യക്ഷിയുടെ ഒരു അസൂയ. എന്താ വിളിച്ചേ? യക്ഷിന്ന്. മീനാക്ഷി, യക്ഷി. എനിക്കിഷ്ടല്ല അങ്ങനെ വിളിക്കണേ. തനിക്കിഷ്ടല്ലെങ്കിൽ താൻ വിളിക്കണ്ടോ? ഞാൻ വിളിച്ചോളാം. യക്ഷി, യക്ഷി. അവിടുന്ന് ചോദിക്കേ അത് കർത്താവിന്റെ കിടക്കാണല്ലേ? രാവിലെ തന്നെ കുരിശായിട്ട് ഇറങ്ങിയിരിക്കല്ലേ മനുഷ്യനെ മെനക്കെടുത്ത. ഇതത്രല്ലേ രഹസ്യം? ഇതാരും കേൾക്കാൻ പാടില്ലാത്ത ആട്ടെ. ആർക്ക് കൊടുക്കാനാ? ആർക്കും കൊടുക്കാനല്ല, പൊട്ടിച്ച് ഭിത്തിയിലൊട്ടിച്ച് കളിക്കാനാ. അല്ലേ വിട്ടാ? എന്നാ പിന്നെ പൊട്ടിയത് പോരെ? അയ്യോ, പൊട്ടിയത് പോരാ, അളവെടുത്ത് മുറിക്കാനുള്ളതാണേ. പൈസ അവനവന്റെ ട്രൗസർ ഇട്ടാ പോരടാ. മീനാക്ഷി, ആഹാ, കുട്ടനെ കാണാൻ കിട്ടണില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മീനാക്ഷി അങ്ങോട്ടൊന്നും വരാത്തെ? നേരം കിട്ടണ്ടേ കുട്ടാ? വീട്ടിൽ തന്നെ എന്തൊക്കെ പണികളാന്നറിയോ? നമ്മളമ്മി പിണക്കം വന്ന അമ്മയുടെ രാജ്യത്തിലൊക്കെ വിചാരം. അതുകൊണ്ടാ മീനാക്ഷി അങ്ങോട്ട് വരാത്തെന്ന്. അതിന് നമ്മൾ തമ്മിൽ എന്താ പിണക്കം? കുട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, ഞാൻ മീനാക്ഷിക്കൊരുട്ടും കൊണ്ടുവന്നുണ്ട്. എന്താ ഇത്? അത് പറയില്ല, വീട്ടിൽ ചെന്നിട്ട് നോക്കാവൂ. ഈ കുട്ടന്റെ ഒരു കാര്യം, എപ്പോഴും ഇങ്ങനെ ഓരോ കൂട്ടങ്ങൾ തന്നോണ്ടിരിക്കും. നോക്കൂ. ഇല്ല, സത്യം സത്യം. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കണ്ടാവും. വൈകിട്ട് അമ്പലത്തിൽ വരില്ലേ? പിന്നെ ബാലയ്ക്ക് വരാണ്ടിരിക്കേ, നല്ല കഥയായി. എന്തിനാ കിതക്കണേ? അമ്പലപ്പറമ്പ് പോലെ ഓടുകയായിരുന്നു. എന്തിന്? കരിവള. എന്താ ഇത്? ഓഹോ, അപ്പൊ എന്നെ കളിയാക്കിയതാ അല്ലേ? സത്യമായിട്ടല്ല, ഇത് കുട്ടൻ തന്നതാ. ആരായി കുട്ടൻ? മാഷിന്റെ മോൻ. ഏത് മാഷ്? രാധേച്ചിയുടെ അച്ഛൻ. ആരായി രാധ? ശേഖരൻകുട്ടിയേട്ടൻ കെട്ടാൻ പോണ. ഓ, ഏത് ശേഖരൻകുട്ടി? മീനാക്ഷിയുടെ ഏട്ടൻ. ആരായി മീൻ? ഓ, അല്ല, അവൻ എന്തിനാ നിനക്ക് കരിവള തന്നേ? പാവ, വാങ്ങിയില്ലെങ്കിൽ അതിന് വിഷമാവും.
ലോകത്തുള്ള പാവങ്ങളുടെയൊക്കെ വിഷമം മാറ്റാൻ നീ ആരും മദർ തെരേസ. അയ്യോ കഷ്ടായി. ഒരു കഷ്ടമില്ല. ഞാൻ വാങ്ങി തന്ന കറിവള മാത്രം നീ ഇട്ടാ മതി. കൈയെങ്ങി നീട്ട്. കൈ നീട്ടടോ. വേദന ഉണ്ടോ? പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. മന്ദം മന്ദം തുള്ളി മഞ്ഞിൽ കുളിരു പെയ്യുന്നു. നിത്യസൗന്ദര്യം കരളിൽ പാതി വിടരുന്നു. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. പൊൻവിരൽ പൂത്തഴുകിയൊഴുകും ദേവവീണ തന്ത്രിയിൽ പ്രണയമന്ത്രം കേൾപ്പൂ ഞാൻ. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. മന്ദമന്ദം തുള്ളി മഞ്ഞിൽ കുളിരു പെയ്യുന്നു. നിത്യസൗന്ദര്യം കരളിൽ പാതി വിടരുന്നു. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. യാമവും തരളമീ മൗനവും ലോലമാമീനവും തേടി ഞാൻ വന്നിതാ. ഈ യാമവും തരളമീ മൗനവും ലോലമാമീനവും തേടി ഞാൻ വന്നിതാ. സ്നേഹനാളം മിഴി തുറന്നു മിഴികളിൽ പൂത്തുലഞ്ഞു താരുണ്യം. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ. മന്ദമന്ദം തുള്ളി മഞ്ഞിൽ കുളിരു പെയ്യുന്നു. നിത്യസൗന്ദര്യം കരളിൽ പാതി വിടരുന്നു. പരാഗമായി പൊഴിയുന്നു തേനിലാപ്പൂക്കൾ.
ഗോപ്പ് അന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോണത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിലെന്തോ ചിറ്റിക്കളിയുണ്ട്. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങി പോയാൽ നീ ഒരു മിടുക്കിയാവും. പക്ഷെ ഞാനൊരു വിട്ടിയാവില്ലേ? ആരും അറിയില്ല. എന്ത് വേണമെങ്കിലും ഞാൻ ഈ കാണുന്നത് ഒന്നും നീ നോക്കണ്ട. തരും എന്ന് പറഞ്ഞാൽ എന്തും തരും. പാടത്ത് താറാവിനെ ഇറക്കിയപ്പോഴോ ആശാൻ ഒരു വാക്ക് പറഞ്ഞില്ല. എന്നാ കുറച്ച് മുട്ടയെങ്കിലും തരിക, അതും ഇല്ല. കാണിക്ക വെച്ച് തൊരാൻ നീ ആരാ? തമ്പുരാനോ അതോ റൗഡിയോ? എന്ത് റൗഡി ആശാനെ, ജീവിച്ചു പോണ്ടേ. ആഹാ, ആശാൻ ഇന്ന് ഉച്ചക്കേ തുടങ്ങിയല്ലോ. നാടനല്ലല്ലോ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? നിന്ന് തായം ചവിട്ടാതെ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു മോ കുടിച്ചോളാൻ. സ്വർണ്ണ ഒഴിക്കട്ടെ? വേണ്ട. ആ ഒഴി. കുടുംബമൊക്കെ നാട്ടിലായിരിക്കും അല്ലേ? എന്ത് കുടുംബം? ഒറ്റത്തടി പരമാനന്ദം. ഒരുപാട് സൂചിച്ചു, ഒരുപാട് ഉണ്ടാക്കി. ഇതുപോലെ 10-30 കൂട്ടം വേറെ ഉണ്ട്. അപ്പൊ നീ ചോദിക്കും പിന്നെന്തിനായി പിള്ളേരോട് ഊരി ഊറ്റി നടക്കുന്നതെന്ന്. അതെ, അത് ഞാൻ തീർച്ചയായും ചോദിക്കും. എവിടെയോ ഒരു ചോര കിടപ്പുണ്ട്. അത് എവിടെയാന്ന് അറിയാനാ ഈ നടപ്പ് മുഴുവൻ. തെളിച്ച് പറയാശാനെ, ആശാൻ എന്തിനാ ചോര? ഒരു മകളുണ്ട്. ഇതും തന്നിട്ടൊരു പീറച്ചെറുക്കൻ കൊണ്ടുപോയ അവളെ. എന്തെങ്കിലും കാണും. അവളുള്ളതാ എന്റെ എല്ലാം. അവളാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയെ. എന്താ? ആ, കുറച്ചു മുമ്പ് നീ കേറി പിടിച്ച പെണ്ണില്ലേ, അവളാ നിന്റെ മകളെന്ന്. മോനെ, കൊല്ലണമെന്ന് കരുതി തന്നെ വെട്ടിയതായത്. പക്ഷെ ചത്തില്ല. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കണ്ട ചങ്കത്തറക്കാൻ ഒരു കത്തി പണിത് വെച്ചിരുന്നു ഞാൻ. ഈ കാല് ഞാനൊന്ന് അമർത്തി ചവിട്ടിയാ നീ ചത്തുപോവും. അത് വേണ്ട. അങ്ങനെ നീ ചത്ത പിന്നെ എനിക്കെന്താ ഒരു സുഖം? ഈശ്വരൻ തന്ന ശിക്ഷ സ്വന്തം മോളെ കയറി പിടിച്ചില്ലേ, അനുഭവിച്ചോ? ശേഖരൻകുട്ടിക്ക് എന്നും ഒരു ഭയം ഉണ്ടായിരുന്നു, നീ വന്ന അച്ഛനാന്ന് പറഞ്ഞ അവളങ്ങ് ഇറങ്ങി വരുമെന്ന്.
ഇനി വരില്ല. പുഴുത്ത പട്ടിയെ കാണുന്ന അറപ്പായിരിക്കും നിന്നോടവക്ക് എന്നും. ആശാനെ, എന്താ ഇതൊക്കെ? എന്താ ഉണ്ടായേ? ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന് ഉടനെ വാ. ഇപ്പോഴോ? എവിടേക്ക്? പറഞ്ഞ അനുസരിച്ചാ മതി, അല്ല കൊന്നളെ ഞാൻ. ഞാൻ വരും എത്രയും വേഗം. ഇല്ല, വരില്ല. വെറുതെ പറയാ. പോയ പിന്നെ വരില്ല. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കാണാതെ പോവില്ലായിരുന്നു. വരും, ഞാൻ വരും. ഇത്രയും കാലം ഈ ചീത്തയും തെറിയും കേട്ട് നുള്ളിപ്പറക്കി ഉണ്ടാക്കിയതൊക്കെ അയാളുടെ കയ്യിലാ. അതും വാങ്ങി ഞാൻ വരും നിന്നെ കൊണ്ടുപോകാനായിട്ട്. എനിക്കൊന്നും വേണ്ട, കാശും പണം ഒന്നും വേണ്ട. എന്നെ ഇട്ടേച്ച് പോവാതിരുന്ന മാത്രം മതി. എന്താ ഇത്? ഞാൻ എന്താ നിന്നോട് പറയാ? എന്റെ ചങ്ക ഇത് ഞാൻ നിനക്ക് തന്നിട്ട് പോവാ. ഞാൻ വരുന്നവരെ നിനക്ക് കൂട്ടിന്. ജീവിച്ചോണ്ടിരിക്കും അങ്ങനെ തങ്കട. വിളിക്കണ്ട, ഞാൻ കണ്ടു. ആരിത് കുട്ടനാ? ഞാൻ കുട്ടനായിരിക്കും 3 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാഷ് പറഞ്ഞില്ലേ? ഇല്ല. ഇതാണ് ഈ മാഷ ഒരു കുഴപ്പം. ഇങ്ങനെയുണ്ട് ഒരു മറവി. ഞാൻ കുട്ടന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണോ? അപ്പൊ ഞാൻ കുട്ടനെ അന്വേഷിച്ച് വന്നു എന്നുള്ളത് സത്യ. മാഷ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ച. പിന്നീട് എനിക്ക് തോന്നി കുട്ടന്റെ കയ്യിൽ തന്നെ തരുന്നതല്ലേ അതിന്റെ ശരിയെന്ന്. എന്നെങ്കിൽ തന്നേരെ. പറയട്ടെ, വരണ വഴിക്ക് അമ്പലത്തിലൊന്ന് കേറി. ഉത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. കോപിക്കില്ലേ എന്റെ ദേവി? തിരക്ക് കാരണം വരാൻ പറ്റാച്ചെന്ന് പറഞ്ഞു മനസ്സുരുകി തൊഴുത് നിൽക്കുമ്പോ പെട്ടെന്നൊരു ഉൾവിളിയാ.
അപ്പൂട്ടാ നീ ഒരു നേർച്ച മുടങ്ങിയിട്ടുണ്ട്. ഓർത്തപ്പോ ശരിയാ, കുട്ടന്റെ മീനാക്ഷിയുടെയും കാര്യം ശരിയാൻ വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒട്ടും മടിച്ചില്ല, ഒന്നിന് പകരം 2 രക്തപുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. സത്യമുള്ള ദേവിയാണേ, ഫലം ഉണ്ടാവും. ഫലം ഉണ്ടായി. ഉത്സവത്തിന് വാങ്ങിക്കൊടുത്ത കരിവളയല്ലേ മീനാക്ഷി ഇട്ടു. ഓ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗണപതി ഹോമത്തിനും കൂടി നേർന്നുണ്ട്. കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പനായിട്ട് നടത്താം. ഇപ്പഴില്ല, വേണ്ട, കാശുള്ളപ്പോ മതി. അല്ല എന്താ സഞ്ചിയില് പഴാ വീട്ടിലേക്ക്. എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ മോനെ അപ്പുകുട്ടിന് പഴന്ന് വെച്ച് ജീവനാന്ന്. ഉവ്വോ, എന്റെ മോന് എന്താ ജീവനല്ലാത്ത? ഇവനുമായിട്ടാണോ എന്റെ കൂട്ടുകെട്ട്? എല്ലാ പോക്കിനും ഇത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? നാരായണേട്ട വാക്കുകളിലല്ല വരികളിലാണ് കാര്യം. സംസർഗ ഗുണ ദോഷ കഷണ്ടി. അയാളിപ്പോ എന്താ പറഞ്ഞേ? നീ നാളത്തെ ഒരു അപ്പുകുട്ടനാവുന്നാ പറഞ്ഞേ. ഇനി എന്തിനാ തിന്നണേ? എന്താ ഇങ്ങനെ? ചെളിയുടെ ഓരോ കാര്യങ്ങളെ. അയ്യോ എന്താ ഇങ്ങനെ? പോടാ പട്ടി. ആ എത്തില്ലോ, ഇരിക്ക. പണിക്കൊക്കെ മനസ്സിലായോ? പിന്നെ ശേഖരൻകുട്ടി എനിക്കറിയില്ലേ. മാഷെന്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ആ ഞാനതങ്ങ് ഉറപ്പിച്ചു, ഇനിയും നീട്ടിയാ ശരിയാവില്ല. എന്താ തന്റെ അഭിപ്രായം? മാഷ് കാര്യം എന്താന്ന് പറഞ്ഞില്ല. രാധയുടെ കല്യാണക്കാര്യം തന്നെ ഞാനതങ്ങ് ഉറപ്പിച്ചു. പേടിക്കണ്ടോ, താൻ തന്നെയാ വരൻ. അതിപ്പോ എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതിന്റെ അല്ല. പിന്നെ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി മാഷായിട്ട് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇത്ര പെട്ടെന്നൊന്നും വേണ്ടോ, മുഹൂർത്തൊക്കെ നോക്കി ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് മതി. എന്താ പണിക്കരെ? പിന്നെ ആ എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ ചായ എടുക്കാം. അതാണ് അവളുടെ അഭിപ്രായം. തന്റെയോ? ഞാൻ ഇനി എന്ത് പറയാനാ, എല്ലാം മാഷ് തീരുമാനിച്ചില്ലേ. ഒരു മോഹമുണ്ട് മനസ്സില്, ഇത്തിരി അതിമോഹമാണോന്ന് സംശയമുണ്ട്. മാഷ് പറ, എന്നോടല്ലേ? രാധ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞങ്ങക്ക് തരുവോ? മീനാക്ഷിയെ. എന്റെ കുട്ടന് ഇത്തിരി പിടിപ്പും പ്രാപ്തിയും ഒക്കെ കുറവാണെന്നുള്ളത് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. കുട്ടനെ പറ്റി എനിക്ക് എന്ത് എതിരഭിപ്രായം? അതിന്റെ അല്ല, ഇത്ര നേരത്തെ കുട്ടിയല്ലേ അവള്. അത് നിനക്ക്, ബാക്കിയുള്ളവർക്ക് അവള് വലിയ പെണ്ണ് തന്നെയാ. അന്യ സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ, ഇങ്ങോട്ടല്ലേ അവള് വരണത്. ഈ കുടുംബത്തിലേക്ക് അവള് വരിക എന്ന് പറഞ്ഞ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ എന്റെ മീനാക്ഷി? ആ ഇനി താൻ ആ കട്ടയം പടം നിർത്തിയേ. കള്ളൻ ഇവിടെ ഒന്ന് ഒളിച്ചു നിക്ക. സന്തോഷായോ? കോഴി കൊണ്ടോര. നീ ഇത് ഏത് ലോകത്താടി? ഇപ്പൊ ഇത് മുഴുവൻ തീർന്നേനല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ഒന്നുമില്ല. പുഴുക്കായി. നീ അതങ്ങ് കോരാൻ നോക്കിയേ. ഞാനിത് ചിക്കിട്ടങ്ങ് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം.
പറയും. അമ്മയല്ലേ ചോദിക്കുന്നത്? താരോകൂട്ടത്തിനൊപ്പം വന്ന് ഈശ്വര, ചേരൻകുട്ടി അറിഞ്ഞ നിന്നെ കൊന്നുകളയല്ലോടി. കഴിവേടെ മോളെ, ഇതിനാണ് ഇത്രയും കാലം നിന്നെ എന്തിന്റെ കുറവായിരുന്നു നിനക്കവിടെ? കൺവെൻഷൻ ചാന്തുവാണ് അമ്മയുടെ പുതിയ ഇതിന്റെ ശവത്തിൽ എടുപ്പിക്കാണ് ഞാൻ. ഇങ്ങോട്ട് മിണ്ടരുത്, കൊന്നാണ് ഞാൻ. നമ്മുടെ അമ്മ ഇങ്ങനെ പെറ്റിട്ടില്ലേ പറയും. ഒന്നാണ് ഞാൻ പുറത്തിറങ്ങിയ കൊന്നാളെ ഞാൻ ഒന്ന് കുഴിച്ചു വിടും. എന്തിനാ അവൾ അടിച്ചേ? എനിക്കറിയണം. എന്തിനാ അവൾ അടിച്ചേ? കൈയെടുക്കണം. എന്തിനാണ് അടിച്ചെന്ന്? ശേരൻകുട്ടി, ശേരൻകുട്ടി, എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്റെ ശേരൻകുട്ടിയെ. നീ മൂവന്തിക്ക് ഇവിടെ വന്നിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കുട്ടൻ വീട്ടിൽ വന്ന ഒരേ കരച്ചില്. നീ അവനെ വഴക്ക് പറഞ്ഞു എന്നോ അടിച്ചു എന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. എന്താണോ കാര്യം? അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞോ? ഞാൻ അവനോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുന്നു. വഴക്ക് പറഞ്ഞതിലല്ല, അടിച്ചതിലാ അവൻ ഏറ്റവും വലിയ വിഷമം. ഇത്രയും പ്രായമായ ഒരു ചെക്കന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാന്ന് വെച്ചാ, ഏതായാലും നീ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. സാരമില്ലടാ പോട്ടേന്ന് നീ ഒന്ന് പറഞ്ഞാൽ അത് തീരും എല്ലാം. ഒന്നുമില്ലേലും അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോണനല്ലേ? അതിന് നടക്കുമെന്ന് തോന്നില്ല. എന്ന് വെച്ചാ അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി മാഷിനി ആലോചിക്കണ്ട. എനിക്ക് മനസ്സിലാവണില്ല. മാഷ് പോ. നീ കാര്യം എന്താന്ന് പറ. മാഷൊന്ന് പോണോ? എനിക്കിത്തിരി സ്വൈര്യം വേണം. ശേഖരൻകുട്ടി, അതെ ശേഖരൻകുട്ടി തന്നെയാ. എന്നെ ഒന്ന് വെള്ളം വിട്. ഇവിടെ നിന്ന് പോയിട്ടോ. നീ ഇത് പറയണം. എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പോവാ. നീ ഇത്രയും വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല ശേഖരൻകുട്ടി. ഇത്രയും വളർന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നന്നായി വരും, നീ നന്നായി വരും. കണ്ടോ? എന്തു പറഞ്ഞു?
നിനക്ക് വേണ്ടവളെ അച്ഛൻ കൊണ്ടുതരും. രാജകുമാരിയെ പോലൊരു പെണ്ണിനെ അച്ഛൻ കൊണ്ടുതരും. വേണ്ട, എനിക്ക് ഒരു രാജകുമാരിയും വേണ്ട. മീനാക്ഷിയെ മതി. അവളെ മതി എനിക്ക്. മറന്നുകളെ, അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ലാന്ന് കൂട്ടിയാ മതി. നിന്നെ എനിക്ക് മനസ്സിലാവും, ഈ അച്ഛന് മനസ്സിലാവും. പക്ഷേ നമ്മുടെ കുട്ടൻ, അവനെ ഇത്തിരി നീ മനസ്സിലാക്ക്, ഒരിത്തിരി. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും ചെയ്തായിരിക്കും. അല്ലാണ്ട് എങ്ങനെ ചെയ്യോ? നമുക്കറിയാത്തതാണോ ശേഖരൻകുട്ടിയെ? നമ്മുടെ കുട്ടിയല്ലേ അവനും. അല്ലേ? അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്റെ കുട്ടനേക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നില്ലേ എനിക്ക് അവനെ? ഇനിയും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ അടിച്ചേനെ, അറിയോ? ഈ പാവൻ റിട്ടയർഡ് വാത്തിയാർക്ക് ഇതിക്കുള്ളിൽ താഴാൻ പറ്റില്ലായിരുന്നു. സത്യം. എന്താ നാരായണ? അതെ, നിങ്ങളുടെ വീട്ടിലെ പശു ചത്തോന്ന് നോക്കായിരുന്നു. പാല് കിട്ടാതായിട്ട് 5-6 ദിവസമായി. മീനാക്ഷിക്ക് നല്ല സുഖമില്ല, ഒരു പനി. പനി മാത്രമേ ഉള്ളൂ അതോ? അല്ല, ഈ സമയം അതാണ്. ഇപ്പൊ ആ കൊങ്ങുഴിയിൽ അവിടെ നിന്നാണ് പാല് വാങ്ങണത്. അയ്യോ, നിറച്ചുള്ള. എന്നാലും മീനാക്ഷിയുടെ പാലില്ലെന്ന് കരുതി കട അടച്ചിടാൻ പറ്റുമോ? നാരായണൻ ഇരിക്കെ, ഞാൻ ഇത്തിരി കാപ്പി ഇടാം. അയ്യോ, വേണ്ട. ഈ നേരത്തെ ചായയും കാപ്പിയൊന്നും പതിവില്ല. പിന്നെ ഇതിനെ പോയപ്പോ ഒന്നും കൊണ്ട് കേറിയെന്നേ ഉള്ളൂ. അതെ, പിന്നെ എന്താ? കാശുണ്ടോ വിലാസിന് ഒരു 25 രൂപ എടുക്കാൻ? കടായിട്ട് മതി. അയ്യോ, അത് പിന്നെ ഞാൻ... അയ്യോ, ഇല്ലെങ്കിൽ വേണ്ടാട്ടോ. അല്ല, ഞാനിങ്ങനെ നേരെ കവരയിലേക്ക് ചെന്നാൽ ആരെങ്കിലും ചോദിക്കും, ഹൈ, നാരായണേട്ടത് എവിടെ പോയിട്ട് വരിക? ഞാൻ പറയും നമ്മുടെ മീനാക്ഷിയുടെ അടുത്ത് വരെ പോയി, അവക്ക് പനിയാന്ന്. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടോൻ ചോദിക്കും, പനിക്കോളാണോ അതോ? അറിയാലോ നമ്മുടെ നാട്ടുകാരുടെ ഒരു കാര്യം. അല്ല, വിലാസിനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ. ഇതേ ഉള്ളൂ. ഇത് കടാണ്, ഓർമ്മ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ മീനാക്ഷിക്ക് പനി പോലും ഇല്ല, വെറും ഒരു നീരടക്കം. എത്ര കൊടുത്തു? എത്ര നാൾ അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും? വേണ്ടരുത് നീ. എല്ലാം വരുത്തി വെച്ചിട്ട് എത്ര ദിവസമായി വീട്ടിൽ വന്നിട്ടറിയോ? ആളുകൾ അറിഞ്ഞ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇതെവിടെ ചെന്ന് അവസാനിക്കേണ്ട ഈശ്വരന്മാരെ? എന്റെ വിനോട്ടം വരും, അപ്പൊ അവസാനിച്ചോളും എല്ലാം. വരില്ല കുട്ടി, ആരും വരില്ല, ഒരിക്കലും. നഷ്ടപ്പെട്ടതെന്ന് നഷ്ടപ്പെട്ടത് തന്നെ, ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒന്നും. അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യൂ. എനിക്ക് കഴിക്കാൻ തരണേല് ഇത്തിരി വിഷം ചേർത്ത് തരുമോ? തന്നെ ചവൻ പേടിയായതുകൊണ്ടാ. ഞാനിനി ജീവിക്കണേ. നീ ഇരിപ്പൂടി ഇരിക്കലുണ്ടാവുള്ളൂ. പിന്നെ ഞാനെന്താ വേണ്ടേ? പോയി വിളിച്ചിറക്കണ്ടോ അവളെ? എന്താ നീ വിളിച്ചവളെ ഇറങ്ങി വരില്ലേ? വരൂ. അത് ശരി. ദേ, മേലാലി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത് കേട്ടോ. വല്ല വഴിപാടോ ഹോമയ്ക്കോ വെച്ച് നടത്താന്ന് വെക്കാം. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ വാങ്ങിച്ചു കൊടുത്ത കരിവള അവളിടോ? അവള് വന്നാലും അയാൾ വിടില്ല. എല്ലാത്തിനും കാരണം അവനാ, ശേഖരൻകുട്ടി.
ഒരു ദിവ്യപ്രേമത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഒരു പീറ ശേഖരൻകുട്ടി ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാടാ നീ ആ മീശി വെച്ച് നടക്കണേ? അത് പഠിച്ചറിഞ്ഞ് വല്ല കാശിക്ക് പോകാൻ നോക്കടാ. കൊല്ലും ഞാൻ, കൊല്ലും ഞാനെ പറ്റിയേ. എന്താ കുട്ടാ കൊല്ലപ്പണി പഠിക്കണോ? പിന്നെന്താ, കുറച്ചു നേരമായാലേ നിപ്പ് തുടങ്ങിയിട്ട്. സാധാരണ വഴിക്കൊന്നും അങ്ങനെ കാണാറില്ല. ഒരു കത്തി വേണം. എന്ത് കത്തി? കറുക്കത്തിയ? അല്ല, കഠാര. അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? കാശൊക്കെ ഉണ്ട്. കുട്ടൻ അങ്ങനെ ഒരു ആശ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടപ്പനാശ്ശേരി ഇതിലെ വരും ഉളി കാച്ചാൻ. ഞാൻ പറയാം, മരത്തിലൊരെണ്ണം ചെത്തി ചെമ്പി തരാൻ. കളറ് മുക്കി അസലാവും. അതുപോരാ, എനിക്ക് നല്ല കത്തി തന്നെ വേണം. കുട്ടൻ ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരെണ്ണം? കൊല്ലാനാ, ഒറ്റ കുത്തിന് ചാവണം. ആരെ? അതൊക്കെ ഉണ്ട്. പണി തരുമോ? കാശ് എത്ര വേണമെങ്കിലും തരാം. മോർണിംഗ് വന്നേ. മേലെ ഈ വക വലിയ വർത്താനായിട്ട് വന്നാണല്ലോ, പഴിപ്പിക്കാൻ വെക്കും. ഓടാ വീട്ടില്. മാഷൊന്ന് കാണട്ടെ. ചെക്കനിപ്പോ തോക്കും കടയിലൊക്കെയാണ് കളിക്കാൻ കൊടുക്കണമെന്ന് എനിക്കൊന്നും അറിയണല്ലോ. എവിടെയായിരുന്നടാ ഇതുവരെ മനുഷ്യനെ തീറ്റിക്കാനായിട്ട്? സന്ധ്യ ആവുമ്പോഴെങ്കിലും വീട്ടിലെത്തിക്കൂടെ നിനക്ക്? ഓ വന്നോ? എവിടെ ആയിരുന്നു കുട്ടാ ഇതുവരെ? അച്ഛൻ എന്തോരം വിഷമിച്ചോന്നറിയോ? ചെല്ലേ പോയി കയ്യും മുഖം കഴിയുക. അമ്മ കഞ്ഞിയെടുത്ത് വെക്കും. എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തെ? എനിക്ക് വേണ്ട, അത്ര തന്നെ. അവന് ശരിക്കും വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ വരാൻ എന്തു പാവാ നമ്മൾ ചെയ്തേ. രാധയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കണില്ല. 3 ദിവസമായി അവൾ എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ. തോപ്പിക്കുക, എല്ലാരും കൂടെ എന്നെ തോപ്പിക്കുക. അങ്ങനെ പറയല്ലേ, നമ്മള് തന്നെയല്ലേ അവരെ മോഹിപ്പിച്ചേ. അതെ, എന്റെ തെറ്റാ. എല്ലാം തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നലുണ്ട്. പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം തെറ്റ്, വെറും പാഴ്. നിനക്ക് മതിയായില്ലല്ലേ? ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലല്ലേ? അയ്യോ വേണ്ട, ഞാൻ
ഇത് പൊട്ടിക്കാൻ. എന്നെ കൊല്ല്, നിങ്ങൾക്ക് സന്തോഷാവട്ടെ. എന്താണ് നിങ്ങൾക്ക്? ദുഷ്ടനാ നിങ്ങള്. എല്ലാരും കരഞ്ഞു കാണുന്നതാ നിങ്ങൾക്ക് ഇഷ്ടം. ഈ മൃഗത്തെയാണല്ലോ എന്റെ അമ്മ ഇത്രയും കാലം ഈശ്വരനെ പോലെ ഞാൻ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നേ. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ആശിച്ചു പോവാ. നന്മയ്ക്ക് വേണ്ടി തുടരുത് തന്നെ. ഇത്രയും കാലം ഞാനും അങ്ങനെ വിശ്വസിച്ചേ. ഇനിയില്ല, ഉറപ്പാ എനിക്ക്. നിങ്ങൾ ഇത്രയും നാളും നാഴികയ്ക്ക് 40 വട്ടം മുഖം തോരാതെ കുഞ്ഞേട്ടെന്ന് വിളിച്ചല്ലേ, ആ എന്നോട് തന്നെ ഉറപ്പാ എനിക്ക്. എന്താടി പറഞ്ഞേ? മാപ്പ് പറടി. അറിയാതെ പറഞ്ഞു പോയതാന്ന് ഏട്ടനോട് മാപ്പ് പറടി. വേണ്ട മോനെ, എന്റെ മോളല്ലേ, പോയി വിളിക്ക്. അവനോട് പോകണ്ടെന്ന് പറയും. ഏട്ടൻ പോകരുതെന്ന് പറയും. പോയി വിളിക്കടി. അമ്മക്ക് ഇനിയും മതിയായില്ലേ? ഇത്രയും നാളും കണ്ണൂർ കുടിപ്പിച്ചിട്ട് മതിയായില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും അയാൾ നിങ്ങൾ അമ്മയെ കൊണ്ട് വിളിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല മോളെ. വേണ്ട, എനിക്കൊന്നും അറിയണ്ട. പക്ഷെ ഇനി എന്നെ നിർബന്ധിച്ച ചത്തുകളെ ഞാൻ സത്യമായിട്ട് ചത്തുകളെ. ആത്മാവിൽ തേങ്ങുന്നല്ലോ 1000 നാവുള്ള പുള്ളൂർ വീണ കണ്ണീരിൻ ചെങ്കടലിൽ താഴുകയല്ലോ മൂവന്തി പിൻവിളിയോതും കാത്തുമ്പി. ഇങ്ങിനി വരില്ലേ പൂക്കാലം ആത്മാവിൽ തേങ്ങുന്നല്ലോ 1000 നാവുള്ള പുള്ളൂർ വീണ. മാഞ്ഞു കഴിഞ്ഞു പൂക്കളം
പല്ലവി ആത്മാവിൽ തേങ്ങുന്നല്ലോ ആയിരം നാവുള്ള പുള്ളു വീണ കണ്ണീരിൻ ചെങ്കടലിൽ താഴുകയല്ലോ മൂവന്തി പിൻവിളിയോടും കാർത്തുമ്പി ഇങ്ങിനി വരില്ലേ പൂക്കാലം ആത്മാവിൽ തേങ്ങുന്നല്ലോ ആയിരം നാവുള്ള പുള്ളോർ വീണ ആയിരം നാവുള്ള പുള്ളോർ വീണ ആയിരം നാവുള്ള പുള്ളോർ വീണ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്കറിയായിരുന്നു വരുമെന്ന്. നീയും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി നിന്റെ ഊഴ താണ്ഡവാടാൻ ശേഖരൻകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ആടി തീർക്ക്. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. ഇനി ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ലേ ഈശ്വരന്മാരെ എന്ന് പ്രാർത്ഥിച്ചതാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ആർക്കു വേണ്ടിയായിരുന്നു? മീനാക്ഷി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്തിനാ അവനെ ഇങ്ങനെ മോഹിപ്പിച്ച്? പാവമല്ലായിരുന്നു എന്റെ കുട്ടൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വയറ്റിലുണ്ടായ ഒരു പെണ്ണിനെ ഞാൻ അവന്റെ തല കെട്ടിവെക്കണോ? എന്തായി പറയണേ? വിശ്വാസമാവണില്ലല്ലേ? വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സത്യ, ഇവിടെ വന്ന താറാവുകാരൻ ചക്കനില്ലേ, അവനിന്ന് എല്ലാവരുടെ മുമ്പിലും ശേഖരൻകുട്ടി ഇപ്പൊ ദുഷ്ടനാ, നെറുകെട്ടോനാ. പക്ഷേ ശേഖരൻകുട്ടി എന്താ ഇങ്ങനെ ആയിന്ന് ആരും ചോദിച്ചിട്ടില്ല, നീ പോലും. ഓർമ്മിച്ചു വെക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലായിരുന്നു ബാല്യമായിരുന്നു എൻ്റെ അത്. അച്ഛനെ പറ്റി നിഴല് പോലെ ഓർമ്മയെ എനിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് പറ്റി തെറ്റ്. അതാ എൻ്റെ പെങ്ങള് മീനാക്ഷി. ഒരു കൊയ്ത്ത് കാലത്ത് നാട്ടിൽ വന്ന താറാവുകാരൻ. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ ഈ നാട്ടിലേക്ക്. പക്ഷേ അവസാനം അയാൾ ഇവിടെയും വന്നു. പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് മീനാക്ഷിയോട് ചോദിച്ചില്ലേ, അതവളുടെ അച്ഛനാ. അയാൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷേ അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് മകളും ആവർത്തിച്ചു. എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് ഇനി ഞാൻ എങ്ങോട്ട് പോകണം? നീ പറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടല്ലേ? ഒരു നെരിപ്പോട് നെഞ്ചി കെട്ടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ആ ദിവ്യ ഗർഭമായിട്ട് ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ഈശ്വര, ഇത്രയ്ക്കൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒക്കെ ശരിയാവും. എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. പറയാ, നിങ്ങള് വെറുതെ പറയാ. ഇനിയും വിശ്വാസം ആവണില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കേ. ഞാനീ കേട്ടതൊക്കെ സത്യമാണോ? പറയാൻ.
ഏട്ടന്റെ മീനാക്ഷിയല്ലേ, അറിയാതെ പറഞ്ഞതാ. പുറത്തൂടെ മാപ്പാക്കിക്കൂടെ? എന്റെ കുഞ്ഞേട്ടനല്ലേ. എന്തിനാ എന്റെ മോളെ ഏട്ടൻ ഇങ്ങനെ ദണ്ണിപ്പിച്ച്? ഏട്ടനൊക്കെ മറന്നു. എന്റെ കുട്ടിയുടെ കണ്ണു നിറയണത് ഏട്ടന് സഹിക്കൂല. ഏട്ടൻ പോയി വിളിക്കാൻ. ഏട്ടൻ കൊണ്ടുവരാവനെ. ഏട്ടൻ കൊണ്ടുവരാം. ഒരു കാര്യം അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? പിന്നെ അയാൾക്കറിയോ? ഏട്ടൻ അയാളോട് പറഞ്ഞോ എന്റെ അച്ഛനന്ന്? ആ മനസ്സ് എന്തോരം നൊന്നിട്ടുണ്ടാവും. ഏതോ ഒരുത്തന്റെ മനസ്സ് നൊന്നതിന് നിനക്ക് ഇത്ര വിഷമം. അപ്പൊ ഞാനീ അനുഭവിച്ചതൊക്കെയോ? ഏതോ ഒരുത്തനല്ലല്ലോ, അച്ഛനല്ലേ. ഇത്രയും കാലം ഏട്ടൻ നിന്നെ കരുതിയത് പോരായിരുന്നു എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ നിന്നെ സ്നേഹിച്ചത് കുറഞ്ഞു പോയിന്ന് എന്റെ കുട്ടിക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, വേറെ ആരും വേണ്ട. എനിക്ക് എന്റെ ഏട്ടൻ മാത്രം മതി. അത് മതി എനിക്ക്. ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. വരാൻ പറയാം. വന്ന് എന്റെ മീനാക്ഷി അനുഗ്രഹിക്കണമെന്ന് പറയാം. ആർക്കും പകരാവില്ലല്ലോ. നിനക്ക് അവിടം വരെ ഒന്ന് പോവായിരുന്നില്ലേ? ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? എന്താ അവസ്ഥ? അല്ല, ഇവനിപ്പ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? പറഞ്ഞു കേട്ടോടത്തോളം അവളുടെ ആങ്ങള ഇവനങ്ങോട്ട് ചെന്നാ കൊന്നു കളയും. നിന്റെ കരുതാക്കെടുത്തൊന്നും പറയല്ലേ, കേട്ടിട്ട് എന്നെ പേടിയാവണു. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയണേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കും. എല്ലാറ്റിനും വഴിയുണ്ടാവും. വഴിയുണ്ടാവും, പെരുവഴി. അവള് വല്ല കനാല് വാച്ചറയോ വല്ല സർക്കാർ കുമസ്തനെയോ കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ ശോകാനം പാടി ഇങ്ങനെ നടക്കും. അതും സംശയ. ആകെ ഉണ്ടായിരുന്നൊരു കോളാമ്പി പേട്ടി അവളെ അടിച്ചു മാറ്റിയില്ലേ? നീ ഇതൊന്നും കാര്യാക്കണ്ട. കെട്ടിറങ്ങണവരെ ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. അതവനാ, അവളുടെ ഏട്ടൻ. ഈ പട്ടാലി ജംഗ്ഷൻ പട്ടാല് കഴിഞ്ഞല്ലോ. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? ഈ താറാവ് കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന നീ അറിയോ? ഏയ്, എന്റെ അറിവിലൊരു വിനോദ്. എനിക്കറിയാം. നിങ്ങളെ അന്വേഷിക്കുന്ന വിനോദിനെ എനിക്കറിയാം. നല്ല ഉയരത്തില് വെളുത്തിട്ടേ ഒളിച്ചിരിക്കവൻ. പേടിച്ചിട്ടേ ഒളിച്ചിരിക്കവൻ. എവിടെ? ദേ ഇതിനകത്തേ ഒളിച്ചിരിക്കവൻ കള്ളൻ. പോട്ടെ ഏട്ടാ, അവൻ ബോധമില്ലാണ്ട് പറയണ വിട്ടുകള. പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞത് സത്യ. ഒളിച്ചിരിക്കവൻ. ഒന്നും മിണ്ടായിരിക്കണ്ടോ നീ?
ഒരു പെങ്കൊച്ചിന് വയറ്റുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതിയോ നീ? അറിയില്ലായിരുന്നു സത്യം. പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാ നീ ഒളിച്ചേ? പേടിച്ചിട്ട ഞാൻ വന്നേനെ. ആശ മരിച്ചു. കൊലകുളി പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ? അവിടുന്ന് വന്നിട്ട് ശരിക്ക് ഭ്രാന്ത് പോലെയായിരുന്നു. ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അടുത്താരും ചെല്ലണ കൂടി ഇഷ്ടമല്ല. ഒരു ദിവസം രാത്രി എന്നെ വന്ന് വിളിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ആൽമരത്തിൽ തൂങ്ങി നിന്നു. എന്നെങ്കിലും നിങ്ങളെ കണ്ട ഒന്ന് മാത്രം പറയാൻ പറഞ്ഞു. നിങ്ങളൊരാൺകുട്ടിയാന്ന്. എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെ. വല്ലാത്തൊരവസ്ഥയായിപ്പോ എന്റെ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചെല്ല്, പോയി വിളിക്ക. വിനു, എന്താ എന്ത് പറ്റി? എന്താടാ? എന്താ? കുട്ട, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നോട് പറഞ്ഞു നീ എന്തായി കാണിക്കുന്നത്? കത്തിന്ന് വിടാൻ, കത്തിന്ന് വിടാൻ, വിടാൻ. കുഞ്ഞേട്ടാ, എനിക്ക് കയ്യെ എന്താ പറ്റിയ? ഒന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകും. പറയുന്നത് കേക്ക്. വണ്ടി വിട്ടോ. എന്തിയെ? ഇനി ആരെങ്കിലും കുത്തണോ? പറയേ, ഇനി ആരെങ്കിലും കൊല്ലണോ നിനക്ക്? അറിഞ്ഞിട്ടെന്തിനാ? ഇനിയും പുറകെ കത്തിയെടുത്ത് ചെല്ലാനാ? ഞാൻ നിനക്ക് ഇന്ന് വരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ കൊണ്ട് നീ ഇങ്ങനെ ചെയ്ത്? ശേഖരൻകുട്ടിയാണെന്ന് കരുതിയേ. എന്തിന്? നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാ. കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് കുഞ്ഞേട്ടനല്ല, ഞാനാ. പിന്നെ ഇത്രയും നാൾ എന്നോട് പറഞ്ഞതൊക്കെ എന്തു പറഞ്ഞു? അപ്പോ ഞാൻ തന്ന കരിവളയിട്ടതോ? കരിവളയിട്ട ഇഷ്ടാവോ? എനിക്ക് ഒരിക്കൽ പോലും കുട്ടനോട് അങ്ങനെ തോന്നിയിട്ടില്ല. കുട്ടനിപ്പോ ചോദിച്ചില്ലേ അയാൾ എന്റെ ആരാന്ന്? എനിക്കിഷ്ടം, എന്റെ ജീവന. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സത്യം.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ദൈവം പോലും നിന്നോട് പോർക്കില്ല കുട്ട. ഇല്ല, ഒന്നും പറ്റില്ല. മീനാക്ഷി അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്നെ എല്ലാവരും പറഞ്ഞു പറ്റിച്ചതാ. എല്ലാരും പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചേ. ഞാനൊരു പൊട്ടൻ. പക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് മീനാക്ഷി, ഒരുപാട്. എനിക്ക് കരച്ചിൽ വരിക, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഒന്നും സാരില്ല, ഞാൻ പോവാ. ഇനി വരില്ല, സത്യം പോവാ. ഒന്നുമില്ല, ഏട്ടനല്ല പറയണത്. ഒന്നും വരില്ല. എനിക്കൊന്ന് കാണണം. ഒന്നുമില്ല, 5-6 സ്റ്റിച്ചുണ്ട്, അത്രയുള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൂട്ടിയെ? വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. വിളിക്കണ്ട, മയങ്ങാവും. എന്റെ കുട്ടി എവിടെയാ? എവിടെയാ എന്റെ കുട്ടൻ? അവൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. തിരക്കിപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്തിയാ എന്റെ കുട്ടൻ? മാഷേ, ഞാൻ ശേരൻകുട്ടി, നിനക്ക് ഇന്നോളം എന്തേലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ? നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എന്റെ കുട്ടിയെ കാണാനില്ല. നിനക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. നീ അവനെ എന്താ ചെയ്തേ? അച്ഛനെ പോലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും കാലം ഞാൻ അങ്ങനല്ലേ കരുതിയിട്ടുള്ളൂ. ഞാൻ അവൻ എന്തെങ്കിലും ചെയ്യുമോ? എന്റെ അനിയനല്ലേ അവൻ. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എന്താ അവന് പറ്റിയേ? അവൻ ആരെയോ കുത്തി എന്നൊക്കെ കേട്ടു. എന്താ ഉണ്ടായേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ കുട്ടൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനല്ലേ പറയണേ, എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുതരും. ഈ കൈ കൊണ്ട് നേപ്പിക്കും. ശേഖരൻകുട്ടിയാ പറയണേ. മാഷിപ്പം വീട്ടിലേക്ക് ചെല്ല്. അവിടെ എല്ലാവരും വിഷമിച്ച് കാത്തിരിക്കായിരിക്കും. കരയല്ലേ? ഇങ്ങനെ കരഞ്ഞ അസുഖം കൂടുതലേ ഉള്ളൂ. അവൻ ഇനി വരും. വരാണ്ട് എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. വിശന്നു തുടങ്ങുമ്പോ താനേ പുറത്തു വരും. ഞാൻ വരട്ടെ. ബാക്കിയുള്ളവരെ ദണ്ണിപ്പിക്കുന്നതിനുമില്ലേ ഒരതിര്? താനിങ്ങനെ ആദ്യം എടുത്തൊന്നും വലിച്ചു വെക്കാണ്ടിരുന്നാ മതി. ഇത് കുടിക്ക്, കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. വല്ല കത്തിനടിയിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും. അച്ഛനെ അടിക്കൊന്നും പേടിയുണ്ടാവേ. കുട്ടാ, അച്ഛനൊന്നും ചെയ്യില്ല. നീങ്ങി പോരെ. ഇവന്റെ ഒരു കാര്യം. ഇനി അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലടാ. വാടാ കുട്ടാ.
അച്ഛനല്ലേ വിളിക്കണേ? ഇനി അച്ഛന് ദേഷ്യം വരും. അച്ഛന് ദേഷ്യം വന്നാ അറിയാലോ നിനക്ക്. അടിച്ചു തുടയാൻ പൊട്ടിക്കും. കുട്ടാ, കുട്ടാ, കുട്ടനെന്തേ? എവിടെയാവൻ? നീ കണ്ടില്ലേ അവനെ? എവിടെയാ? മാഷുവാ. എവിടെ? എന്റെ കുട്ടിയുടെ അടുത്തേക്കോ? മാഷുവാ. അവനെന്താ ഇങ്ങോട്ട് വന്നാൽ? മാഷ് വന്നേ. മാഷേ, എന്റെ പൊന്നുകുട്ട, എന്തിനാണ് അച്ഛനോട് നീ ഇങ്ങനെ ചെയ്തേ? എന്തിനാണ്? അച്ഛൻ വെറുതെ പറഞ്ഞതല്ലായിരുന്നോ? അടിക്കുന്നൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ? എന്റെ കുട്ടിയെ അച്ഛൻ ഇന്നോളം അടിച്ചിട്ടുണ്ടോ? എന്തിനാ കുട്ടാ നീ ഇത് ചെയ്തേ? അയ്യോ അയ്യോ അയ്യോ. മാഷേ, മാഷേ, ഇങ്ങനെ കൊണ്ട തരാമെന്നാണോ നീ പറഞ്ഞേ? ഇങ്ങനെ ഇവരെ എനിക്കെന്തിനാ? വേണ്ട, നീ എടുത്തോ, എന്നാ എടുത്തോ. അയ്യോ അയ്യോ. ഇത് നമ്മുടെ കുട്ടമല്ല.